ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മാസം കുറച്ച് പേര് അബുദാബിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞമ്മയും അനിയത്തിമാരും അവരിന്ന് തിരിച്ചു വരുവാണ്. അവരെ വിളിക്കാനായിട്ട് അച്ഛനും അമ്മയും കസിനും കൊച്ചിയിലേക്ക് പോയി. കൊച്ചി എയർപോർട്ടിലാണ് വന്നത്. ഞങ്ങൾ രണ്ടും പോയില്ല. അവർ രാവിലെ ആയിരുന്നു എത്തുന്നത്. അപ്പോൾ അവർ നൈറ്റ് പോയി ഇവിടുന്ന് പിക്ക് ചെയ്യാനായിട്ട് ഇപ്പം എത്താറായെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമേ ഇങ്ങോട്ട് വന്നുള്ളൂ, കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട്. ദീപു വന്നില്ല, അവർക്ക് ചെറിയൊരു പനിയൊക്കെ ആയിട്ട് കിടക്കുവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ചെന്ന് വിളിക്കാമെന്നിങ്ങനെ വിചാരിക്കുക. വന്ന് കഴിഞ്ഞിട്ട് അവൾ വരുന്നുണ്ടെങ്കിൽ, കാരണം നല്ല ത്രോട്ട് പെയിനും ഒക്കെ ആയിട്ട് അങ്ങനെ കിടക്കുക. ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ എടുത്തെങ്കിലും അങ്ങോട്ട് കുറവില്ല. അന്നേരം ഇപ്പോൾ അവർ വരാറായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വന്നിട്ട് വേണം സാദിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ. അവിടെ പോയതും അവിടെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എല്ലാം പറയുമായിരുന്നു, പക്ഷെ നമുക്ക് നേരിട്ട് അവളുടെ കാര്യങ്ങൾ കേൾക്കണം. അപ്പോൾ ഇന്ന് അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അവർ വന്നുകൊണ്ടിരിക്കുക. ഇനി അവർ വന്നിട്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് കാണാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. കേറിവ ഗൈസ്, ഇതാ വരുകയാണ്. അവര് വന്ന മുമ്മേ ഓ മെയിൻ, ഞങ്ങളുടെ മെയിൻ ആള്. വെൽക്കം ഹോം സാദി. അയ്യടാ സായേ, എന്തോ കനത്തെ അബുദാബി മൊത്തം ഇങ്ങ് വന്ന പോലുണ്ട്. എന്തുവായി കഴുത്തിലൊക്കെ കിടക്കുന്നേ? എന്താടി സായി എവിടെ? സായി എവിടെ? സായി ഹലോ, താങ്ക്സ്. ഓ VIP എൻട്രി ആണല്ലോ. ഒരു ഹായ് പറഞ്ഞു. ഹലോ, കാണട്ടെ, ഇങ്ങോട്ടൊന്ന് വന്ന് നിന്നേ നോക്കട്ടൊന്ന്. എനിക്ക് വലിയ ജീൻസിലൊക്കെ കേറി. കുഴപ്പമില്ല, ഇതൊക്കെ ഇറക്കിക്കോ. ഇതെന്തുവാ ഇത്? ഇതുവാടാ ഇത്? എന്നാ വണ്ടി നേരെ അങ്ങോട്ട് വിട്ടോ. ആ കഥ ഇതെന്താ? അതും അവിടെ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ ഇത്? കാറ് ടയർ പഞ്ചറായോ? ആര് ടയർ മാറ്റി ഇട്ടു? എന്തൊരു ഭാഗ്യമാ. വണ്ടി പഞ്ചറാക്കാറുണ്ട്. പല്ല് വെച്ചോ? അയ്യേ, പല്ല് വെച്ചില്ല. നാളെ തൊട്ട് സ്കൂളിൽ പോണല്ലോ. ഇത്രയും ദിവസം സ്കൂളിന് മഴയും ബന്ധുവായിട്ട് അവധിയും, ഞാൻ വന്നോണ്ട് ഒരു അവധിയും കാണത്തില്ല. അതിലൊന്നും കാര്യമൊന്നുമില്ല, നമ്മള് നാച്ചുറൽ. സാധിക ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സായി കഥ അടച്ചു. മാം, വിലപ്പെട്ട സമയം എനിക്ക് കുറച്ച് നേരത്തേക്ക് ഒന്ന് തരുമോ? ഓ, ചളി ഓവർലോഡ്. അപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ടത് ഇത്രയാ. എങ്ങനെ ഉണ്ടായിരുന്നു?
എന്നിട്ട് ഫ്രീ ഡ്രയർ പുറത്ത് പാർക്കിൽ പോകാം. പാർക്ക് ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എത്ര നേരം ആയാലും പോകാം. വരണോന്നുണ്ടായിരുന്നോ തിരിച്ച്? വിഷമായിരുന്നോ? എന്താ അതോ അച്ഛൻ്റെ അടുത്തുനിന്ന് വരുന്നോണ്ടാണോ അതോ അബുദാബിയിൽ ഇനി നിൽക്കാൻ പറ്റത്തില്ലെന്ന് ഓർത്തായിരുന്നോ? ഏതാ കരണ്ടിലേതാ? ഫസ്റ്റ് അച്ഛൻ്റെ അടുത്ത്, ആ സെക്കൻഡ് ഷാബിയയിലായിരുന്നു ഞങ്ങള്. എവിടാ? ഷാബിയ ഷാബിയ. ഷാബിയ മുസഫ. ഓ ഹബീബി അല്ല ഹബീബി അൽ സാദി. കൊള്ളാം. കിട്ടിയതാണോടി? നല്ല ബാഗടി. ചേച്ചിയുടെ ഞാൻ നിങ്ങൾ വാങ്ങിയതായിരിക്കും സെപ്പറേറ്റ്, കാരണം അതുകൊണ്ട് ഫ്രീ കിട്ടിയതാണേലും കൊള്ളാം. ലാവൻഡർ ഉടുപ്പ്. അപ്പോൾ ഗൈസ് അവർ വന്നിട്ടിപ്പം ഹോസ്പിറ്റൽ വരെ പോയി. കാരണം എന്ന് വെച്ചാൽ വരുന്ന വഴിക്കല്ല, അവിടുന്ന് ഇറങ്ങിയ സമയത്ത് കട്ടിലിൽ എന്തോ ചെന്നിട്ട് കാല് തട്ടി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കാലൊക്കെ നീരായിട്ടാണ് വന്നത്. പിന്നെ ഗോപുവിന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ദീപുവിന് 2 ദിവസമായിട്ട് നല്ല പനിയെന്ന് വെച്ചാൽ ഭയങ്കര ത്രോട്ട് പെയിനും ഒക്കെ ആയിട്ട് ടെമ്പറേച്ചറൊക്കെ ആയിട്ട് നല്ല പനിയായിട്ട് അവിടെ കിടക്കുക. അപ്പോൾ ഞാൻ മാത്രമേ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നുള്ളൂ. പിന്നെ അവളെ പോയി ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഫുഡും കൊണ്ട് കൊടുത്ത് അവൾ ഫുഡും കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. ഇപ്പം അമ്മുമ്മയും ഹോസ്പിറ്റലിൽ കാണിക്കണമുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം അവരെല്ലാവരും കൂടെ അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ പോയേക്കാം. അപ്പം ഞാനും സായിയും അപ്പൂപ്പനും പിന്നെ നമ്മുടെ ഇവിടെ ആൻറ്റിയും ഉണ്ട് ഇവിടെ. പിന്നെ വേറെ 2 പേരെ കാണിച്ചു തരാം. നിങ്ങൾ എടുത്തു. വേറെ 2 പേരെ കാണിച്ചു തരാന്ന് വെച്ചാൽ അവർ പോകാൻ നിന്നപ്പം ഞാൻ പിടിച്ചോളാം. അവർ പോകാനായിട്ട് നിന്നപ്പം സായിയുടെ 2 ഫ്രണ്ട്സ് വന്നു. നമുക്ക് അവരെ കാണാം. ഹായ്. ഹലോ. എന്താ അത്? നിങ്ങൾ നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തൂ. സായിയുടെ ഫ്രണ്ട്സ്. പേരെന്താടാ? വ്ലോഗാ? വൈഷ്ണവ്. വരും. ഇതാണോടി മറ്റേ ദൃശ്യത്തില് കാണാതെ? നിന്റെ തലയ്ക്ക് എന്ത് പറ്റിയടാ? തലയ്ക്കോ? ചേച്ചി ഞാൻ നീലടിക്കാൻ പോയതാ, പക്ഷെ അമ്മ എനിക്ക് അടിച്ചു തന്നത് ഈ കളറി. ഞാൻ എന്തെങ്കിലും പോയിട്ട് നീ റെയിൻബോ ആക്കാൻ പോയതല്ല. നീ എവിടാ? ചൈനയിലല്ലേ? ചൈനയിലാണ് ഗൈസ്. അവൻ MBBS ഭാവിയിലെ ഡോക്ടർ. എല്ലാരും ഒന്ന് ശരിക്കും കണ്ടോ? ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ വെച്ച് കാണുവാണെങ്കിൽ തിരിച്ചറിഞ്ഞു. യൂട്യൂബിൽ. അപ്പൊ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സീരിയസ്ലി. ഓക്കെ. എന്താടാ അത്? ഇത് മറ്റേ സ്റ്റെൻസിലോ? പിന്നെ ഇതിനി ഉണ്ടാക്കി എടുക്കണോ? ആ ചെയ്യൂ. എനിക്ക് കണ്ടന്റ് ആയി. ഉണ്ടാക്ക്. ഒത്തിരി ഉണ്ടോ? ഇതിന്റെ പേരെന്താ? നീ അതൊന്ന് വായിച്ചേ. ഇംഗ്ലീഷ് അല്ലടാ. മോൻ എന്താ പഠിക്കുന്നേ? എഞ്ചിനീയറിംഗ്. എവിടാ? ഫസ്റ്റ് ഇയർ. അവന് ഫസ്റ്റ് ഇയർ ആയോ? കഴിഞ്ഞ ഫസ്റ്റ് ഇയർ. സായിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇരട്ടപ്പേരെന്താ? ഇരട്ടപ്പേരെന്താ? അങ്ങനെ ഓക്കെ. 2 പേർക്കും ഇല്ലല്ലേ? ഓക്കെ, റിവീൽ ചെയ്തു. ഗൈസ് നമുക്കിത് മേക്ക് ചെയ്യാം. ഇത് മൊത്തത്തിൽ ഒരു ആപ്പായത്. ഇതേ ഒരു ആപ്പ്. ഇനി ഇതിന് വേറെ ആപ്പ്? ഇങ്ങനെ പാർട്സ് ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണം. ഇതുപോലെ നിങ്ങൾക്കും ഗിഫ്റ്റ് കൊടുക്കാൻ ഇതുപോലെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ പണി കൊടുക്കാൻ മേടിച്ചോണ്ട് വന്നവൻ തന്നെ ഇരുന്ന് ഫിറ്റ് ചെയ്യാണ് ഗൈസ്. ഓ
എടാ അങ്ങനൊന്നും അല്ലടാ. അത് തന്നെ ഞാൻ പറയുന്നത്. നല്ലത്. ഇതുവരെ ഒന്നും ആയില്ല, ഞങ്ങൾ ഇത്രയാക്കി. അങ്ങനെ ക്ഷീണിച്ച് അവശരായി കഴിഞ്ഞപ്പോൾ സായി ടാങ്ക് കലക്കി ഗൈസ്. ക്ഷീണം കാണും, അശോകന് ക്ഷീണമാകാം. ഇതെടുത്ത് അതിന്റെ മണ്ടയ്ക്ക് എൻ്റെ മുകളിൽ എന്തോ പണിയെടുക്കുന്നു. കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? ചേച്ചി ഇനി ബാക്കി ചേച്ചിക്ക് ചെയ്യാനുള്ളത് വെറും കുറച്ച് മാത്രം, വെറും കുറച്ച് നോക്കൂ. അത് കുറച്ചുള്ളൂ. അതും കുറച്ചേ ഉള്ളൂ. ഒന്നും ആയില്ല. എന്ന് ഓർക്കണം. ഇതില് ഇനിയും ഞങ്ങൾ ഇതിലും വലിയ ഗിഫ്റ്റുകൾ പ്രതീക്ഷിക്കും. ഇതിൽ വലുത് കണ്ടെത്തുന്നുണ്ട്. അതെന്താ ഗാലക്സി. ഇത് എനിക്ക് ഗാലക്സി ഡാർക്ക് ക്രീം. ഓക്കെ, എനിക്കിത് മെയിൻ. അച്ഛൻ വരുമ്പോഴും ഇത് ഞാൻ ഓർഡർ ചെയ്യും. അവിടെ ചെന്നപ്പോൾ ഞാൻ എടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോഴും സായി അവിടെ കലാപരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഹോസ്പിറ്റലിൽ പോയവർ വന്നിട്ടില്ല, അവർ വരണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആ ബെല്ലൈക്കണോട് ഒന്ന് ഇനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടാറ്റാ.